സോ ബിഗ് ബോസ് ലവ് സ്ട്രാറ്റജീസ് അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് പ്രണയങ്ങൾ, കോംബോസ് അല്ലെന്നുണ്ടെങ്കിൽ പല മെത്തേഡുകളിൽ നമ്മുടെ ബിഗ് ബോസ് സീസണുകൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കേൾക്കുന്നതാണ് പലവിധ സ്ട്രാറ്റജികൾ. ഇതിലിപ്പം നമ്മുടെ ബിഗ് ബോസ് പ്രണയങ്ങൾ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇവർ സ്ട്രാറ്റജി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ സീസണിലും എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഒരു ചർച്ച ചെയ്ത് നോക്കാം. കാരണം ഈ ഒരു സീസൺ 7 വരാൻ പോകുകയാണ്. അപ്പോൾ വരാൻ പോകുന്ന കണ്ടസ്റ്റൻസും അതുപോലെ തന്നെ പ്രേക്ഷകരും ഇതൊക്കെ എത്രത്തോളം വിലയിരുത്തുന്നു എന്നൊക്കെ ഒന്ന് നോക്കിക്കളയാം. ഏതായാലും നമ്മൾ സീസൺ 1 മുതൽ ഈ ഒരു സീസൺ 6 കഴിഞ്ഞ സീസൺ 6 വരെയും എത്രത്തോളം ലവ് കോംബോസ് അല്ലെന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രാറ്റജി ആയിട്ട് എടുത്തതും അല്ലെങ്കിൽ ലവ് കോംബോസ് എത്രത്തോളം വിജയിച്ചിട്ടുണ്ട്, ബിഗ് ബോസ് പ്രണയങ്ങൾ എത്രത്തോളം സക്സസ്ഫുൾ ആയിട്ടുണ്ട്, പ്രേക്ഷകർ എത്രത്തോളം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എടുത്ത് പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതേപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ സീസൺ 1 മുതലുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും. അതിപ്പോ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും സീസൺ 1 ശേഷം വന്നു കഴിഞ്ഞിട്ട് ഓരോ സീസണുകളിലും സീസൺ 1 കോപ്പി അടിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ കണ്ടസ്റ്റൻസും അല്ലെങ്കിൽ പ്രേക്ഷകരാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും വിലയിരുത്തുന്നത് ഈ ഒരു സീസൺ 1 നടന്ന പല കാര്യങ്ങളും വെച്ചിട്ടാണ്. അപ്പം സീസൺ 1 ശേഷം വന്ന ഓരോ സീസണുകളിലും സീസൺ 1 അങ്ങനെ ഒരു ബിഗ് ബോസ് പ്രണയം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലവ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു ലവ് കോംബോ സക്സസ് ആയതോടുകൂടി എല്ലാവരുടെയും വിചാരം അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയിട്ട് ബിഗ് ബോസിലേക്ക് വരുന്ന പലരുടെയും വിചാരം ഇങ്ങനെ ഒരു ലവ് ട്രാക്ക് അല്ലെങ്കിൽ ലവ് കോംബോ വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ അവരെ ഹിറ്റാക്കി കൊണ്ടുവരും, അവരെ അവസാനം വരെ നിലനിർത്തും, അത് വിജയിക്കും, യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഒരു ഹൈപ്പായി കൊണ്ടുവരാമെന്നൊക്കെ കരുതി തന്നെയാണ് പലരും ഇതിലേക്ക് വന്നതിന് ശേഷം പിന്നെ അവിടെ ഒരു ലവ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുകയും ചിലർ ജെനുവിൻ ആയിട്ട് തന്നെ അത് വരുന്നു, ചിലരത് ഒരു ഗെയിമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സീസൺ എങ്ങനെയെങ്കിലും പ്രേക്ഷകരുടെ വോട്ട് നേടി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രാറ്റജി മാത്രമായിട്ട് ഉപയോഗിക്കുന്നു. സീസൺ 1 ശരിക്കും ഈ ഒരു കാര്യങ്ങളിൽ കൂട്ടേണ്ടത് ആവശ്യമില്ല. കാരണം സീസൺ 1 അത് ആദ്യമായിട്ട് ബിഗ് ബോസ് നമ്മുടെ മലയാളത്തിലേക്ക് വരുമ്പോൾ അതൊരു സ്ട്രാറ്റജി ആയിട്ടൊന്നും അങ്ങനെ ആരും പല കാര്യങ്ങളും ഉപയോഗിച്ചിട്ടില്ല. നല്ല മികച്ച കണ്ടസ്റ്റൻസ് വന്ന് അവരായിട്ട് നിന്ന് അവരുടെ രീതിയിൽ ഗെയിം കളിച്ചാണ് സീസൺ 1 എത്തിയത്. അപ്പൊ സീസൺ 1 നമ്മുടെ പേർളിഷ് നമ്മുടെ ഈ ഒരു ലവ് സ്ട്രാറ്റജി അല്ലെന്നുണ്ടെങ്കിൽ ഒരു മികച്ച കോംബോ പ്രേക്ഷകർ സ്വീകരിച്ച കോംബോ എന്ന് പറയുമ്പോൾ പേർളിഷ് തന്നെയായിരുന്നു. അപ്പോൾ അതേപറ്റി പറയുമ്പോൾ അതൊരു സക്സസ്ഫുൾ ആയിരുന്നു, പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു, അവസാനം വരെ ഉണ്ടായിരുന്നു, അവരിപ്പോൾ ലൈഫിലും ഒന്നിച്ച് തന്നെയാണ്, മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് സക്സസ്ഫുൾ ആയിരുന്നു അവരുടെ കാര്യം എന്ന് പറയുമ്പോൾ. അപ്പം അതിനെ ഫോളോ ചെയ്തിട്ടാണ് പിന്നീടുള്ള സീസണുകളിൽ എല്ലാവരും വന്നത്. സീസൺ 1 ഒരു കോംബോ എന്ന് പറയുമ്പോൾ ഹിമ പുറത്തേക്ക് പോയിട്ട് രണ്ടാമത് വന്നപ്പോൾ നമ്മുടെ സാബുവുമായിട്ടൊരു കോംബോ ക്രിയേറ്റ് ചെയ്യാനുള്ള ട്രൈ ഒക്കെ നടത്തി നോക്കി. അത് മറ്റൊരു രീതിയിലാണ് അവർ ട്രൈ ചെയ്ത് നോക്കിയത്. പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഒരു കോംബോ ട്രൈ ചെയ്ത് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ട്രൈയും കാര്യങ്ങളും ഒക്കെ അവർ ശ്രമിച്ചു നോക്കി. ബട്ട് അത് ഫെയിൽഡ് ആയി പോയി. അപ്പം ഈ ഒരു രണ്ട് കോംബോ എന്ന് പറയാനേ നമ്മുടെ സീസൺ 1 അത് നമുക്ക് സീസൺ 1 നമ്മൾ അത്ര കാര്യമായിട്ട് കാണേണ്ടതില്ല. പിന്നീട് വന്ന സീസണുകളിലാണ് ഇതൊരു സ്ട്രാറ്റജിയായി മാറിയത്. പലരും വന്നത് പ്രേക്ഷകരുടെ ഉള്ളിൽ ഇടം നേടാനും പ്രേക്ഷകരുടെ കൈയെടുക്കാനും വേണ്ടി അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന്റെ ഒരു വോട്ട് പിടിക്കാനും വേണ്ടിയിട്ട് പലരും ഈ ഒരു കോംബോ മുതലെടുക്കുകയായിരുന്നു. അപ്പൊ സീസൺ 2 വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം സുജോയ്, അലക്സാണ്ട്ര ഇവരൊരു ലവ് ട്രാക്ക് പിടിച്ച് ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് ക്രിയേറ്റീവ് പ്രേക്ഷകർ അധികം ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പോയില്ലെങ്കിൽ പോലും ചെറിയൊരു രീതിയിൽ ആ ഒരു ലവ് സ്ട്രാറ്റജി ഒരു കോംബോ അതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ പവൻ വരികയും പിന്നീട് പല രീതിയിലും എല്ലാവരും അറിഞ്ഞു ഇതൊരു സ്ട്രാറ്റജി ആയിരുന്നു, ഗെയിമിന് വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ രണ്ട് കൈ നീട്ടിയും അവരെ സ്വീകരിക്കുന്നതിന് പകരം പുറകാല കൊണ്ട് തട്ടി പുറത്താക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഒരു കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ദയാ അച്ചു വന്നതിന് ശേഷം നമ്മുടെ രജിത് കുമാറുമായിട്ട് ചേർന്ന് ഒരു കോംബോ വർക്കൗട്ട് ആകാൻ അവർ ശ്രമിച്ചിരുന്നു. നമ്മുടെ വൈൽഡ് കാർഡായിട്ട് വന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരത്തി വന്നൊരു ചെറിയ രീതിയിൽ ഒരു കോംബോ ട്രൈ ചെയ്യുകയും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാനൊക്കെ നോക്കിയിരുന്നു. ബട്ട് പുള്ളിക്കാരനും അത് രജിത് കുമാറും അത് അവോയ്ഡ് ചെയ്തല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാതെ വേറൊരു രീതിയിൽ എടുക്കുകയും ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു സീസൺ നേരെ ചൊവ്വേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അത് മാറിപ്പോവുകയും രജിത് കുമാർ പുറത്താവുകയൊക്കെ ചെയ്തു. അപ്പം സീസൺ 2 ഈ പറയുന്നത് പോലെ ഒരു സക്സസ്ഫുൾ എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ലവ് കോംബോ പ്രേക്ഷകർ സ്വീകരിച്ച ഒരു ലവ് ട്രാക്ക് ഒന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നീട് സീസൺ 3 നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മണിക്കുട്ടനെ കേന്ദ്രീകരിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നടന്നിരുന്നു. നമ്മുടെ സൂര്യ മണിക്കുട്ടനുമായിട്ടൊരു വൺ സൈഡ് ലവിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതൊരു സ്ട്രാറ്റജി ആണെന്ന് തോന്നിയിട്ടില്ല. അവര് ഈ അടുത്ത കാലത്തും ഇന്റർവ്യൂകളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് തോന്നിയ ഒരു ഫീലിങ്സ് തുറന്നു പറഞ്ഞു. ബട്ട് പുള്ളി മണിക്കുട്ടനെ സംബന്ധിച്ച് തന്നെ താല്പര്യമില്ലാത്തത് കൊണ്ട് അത് ആ സമയത്ത് തന്നെ ഫെയിൽഡ് ആയി പോയി. ബട്ട് ആ ഒരു സീസൺ കംപ്ലീറ്റ് നമ്മൾ നടന്ന അത്രയും കാലങ്ങളും ഇതും പറഞ്ഞിട്ട് സൂര്യ നടപ്പുണ്ടായിരുന്നു. ബട്ട് അതൊരു
വൺ സൈഡഡ് ലവ് സ്ട്രാറ്റജി മാത്രമായിട്ട് പോയി. പ്രേക്ഷകരും അത് കാര്യമായിട്ട് എടുത്തില്ല. അധികം കോംബോ കാര്യങ്ങളും ഒന്നും ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളൊന്നും നടന്നില്ല. ബട്ട് ഋതുവും മണിക്കുട്ടനുമായിട്ട് ചെറിയ കോംബോയും കാര്യങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ പ്രേക്ഷകർ ശ്രമിച്ചെങ്കിലും അവരത് സീരിയസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ട് അത് അങ്ങനെ തന്നെ അലമ്പിപ്പോയി. പിന്നീട് നമ്മുടെ വൈൽഡ് കാർഡായിട്ട് വന്ന എഞ്ചലും മണിക്കുട്ടനുമായിട്ടൊരു ലവ് സ്ട്രാറ്റജി വന്നപ്പോൾ തന്നെ പറഞ്ഞൊന്ന് ശ്രമിച്ചു നോക്കിയെങ്കിലും പിന്നെ അത് തുടക്കം തന്നെ പാളിയത് കൊണ്ട് പിന്നീട് അത് കണ്ടില്ല. പിന്നെ ഋതു റംസാൻ ഒരു കോംബോ ഉണ്ടാക്കാനൊക്കെ പ്രേക്ഷകരുടെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ അതിനുള്ളിൽ ഇവര് തമ്മിലും ചെറുതായിട്ടൊരു ചെറിയ ശ്രമങ്ങളൊക്കെ നടന്നു നോക്കിയെങ്കിലും ബട്ട് വിജയിച്ചില്ല. ആ സീസണെ കുറിച്ചും കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം 2-3 സീസൺ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എത്തിയ നാലാമത്തെ സീസണിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സീസൺ 1 ശേഷം ഒരു കോംബോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രാറ്റജിക്കും പകരം അല്ലെങ്കിൽ ബിഗ് ബോസ് പ്രണയത്തിനും അപ്പുറം ഈ പറയുന്നത് പോലെ ഈ ഒരു കോംബോ എന്ന് പറയുന്ന ഒരു സംഭവം വർക്കൗട്ട് ആയതും 24/7 ലൈവ് ഒക്കെ വന്നതിന് ശേഷം ഒരു കോംബോ ശരിക്കും ഓഡിയൻസ് പുള്ളി ചെയ്ത് അല്ലെ ഓഡിയൻസിനെ പുറത്തേക്ക് ഇറക്കിയ ഭയങ്കരമായിട്ടൊരു മാസ് സപ്പോർട്ട് ഉണ്ടാക്കിയ ഒരു കോംബോ എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ദിൽഡ്രോപ്പ് കോംബോ എന്ന് പറയുന്നത്. റോബിൻ അതുപോലെ തന്നെ ദിൽഷ അവര് അതിനകത്ത് ശേഷം എന്തായി എന്നതിനെ പറ്റി ഒന്നും നമ്മളിവിടെ സംസാരിക്കുന്നില്ല. അത് നമ്മൾ സംസാരിക്കേണ്ട കാര്യവുമില്ല. നമുക്ക് ബിഗ് ബോസിനുള്ളിൽ എന്ത് നടന്നു, ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കോംബോ എങ്ങനെ വർക്കൗട്ടായി, പ്രേക്ഷകർ എത്രത്തോളം അവരെ സ്വീകരിച്ചു, അക്സെപ്റ്റ് ചെയ്തു എന്ന് മാത്രം നമുക്ക് നോക്കിയാൽ മതി. അപ്പം ദിൽ ഡ്രോപ്പ് കോംബോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 6 സീസൺ നടന്നതിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്ത ഒരു കോംബോ എന്ന് പറയുന്നത്. അത്രമാത്രം പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്തു. ആ ഒരു സപ്പോർട്ടിന്റെ പേരിൽ റോബിൻ പുറത്തായതിനു ശേഷം ദിൽഷ വിജയിക്കാൻ പോലും കാരണം ആ ഒരു സപ്പോർട്ടിന്റെ പേരിലാണ്. കാരണം ദിൽഷ ഒരു നല്ല മത്സരാർത്ഥി ആയിരുന്നെങ്കിൽ പോലും വിജയിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രേക്ഷക സപ്പോർട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. ബട്ട് റോബിൻ രാധാകൃഷ്ണന്റെ ആ ഒരു മാസ് ഓഫ് ഓഡിയൻസിന്റെ സപ്പോർട്ടിന്റെ ബലത്തിൽ ദിൽഷ വിജയിച്ചു. അപ്പം ശരിക്കും ആ ഒരു സീസൺ 4ലാണ് ഒരു കോംബോ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയതും പ്രേക്ഷകർക്കിടയിലേക്ക് ഇറങ്ങി വന്നതും ഭയങ്കരമായിട്ടൊരു പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടാക്കിയെടുത്തതും ഒക്കെ ഉണ്ടായത്. അല്ലാതെ അതിനിടയിൽ തന്നെ ബ്ലസ്ലി ദിൽഷ ഒരു കോംബോ വരാൻ ബ്ലസ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും അതൊന്നും ജെനുവിൻ ആയിട്ടാന്ന് എനിക്ക് തോന്നിയില്ല. ബട്ട് അതിനുള്ളിൽ പല സീസണുകൾ കണ്ടിട്ട് വന്നതുകൊണ്ട് തന്നെ ഒരു ലവ് ട്രാക്ക് പിടിച്ചൊരു സീസൺ കളിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മുടെ ബ്ലസ്ലി ട്രൈ ചെയ്തിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും നടന്നില്ല. പിന്നെ നമ്മുടെ കുട്ടിയകിൽ അതുപോലെ തന്നെ ആ ഒരു പുള്ളിക്കാരത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ ഇവര് രണ്ടും കൂടിയുള്ള ഒരു ട്രോൾ കോംബോ ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ബിഗ് ബോസ് സീസൺ 4ന്റെ സമയത്ത് കുട്ടിയകിലും ഇവരും ഒക്കെ ചേർന്നുള്ള ഒരു ട്രോൾ കോംബോ ഒക്കെ അതിന്റെ ഇടയ്ക്ക് വന്നിരുന്നു. അതല്ലാതെ വേറൊരു കോംബോ ഒന്നും അവിടെ വർക്കൗട്ട് ആയില്ല. അതുപോലെ തന്നെ ഒരു ലവ് ട്രാക്കും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആയില്ല. ബട്ട് ഇങ്ങനെ ഒരു കോംബോ ഭയങ്കരമായിട്ട് ഹിറ്റായത് ഈ പറയുന്നത് പോലെ നമ്മുടെ സീസൺ 4ല് റോബിൻ അതുപോലെ തന്നെ ദിൽഷ ദിൽ റോബിൻ എന്ന് പറയുന്ന കോംബോ ആയിരുന്നു. അതിനുശേഷം സീസൺ 5ലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലവ് ട്രാക്കും കാര്യങ്ങളും ഒന്നും വന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ റെനീഷ അതുപോലെ തന്നെ വിഷ്ണു കുറച്ച് പ്രേക്ഷകർ ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കുറച്ച് ഇവരെ രണ്ടുപേരെയും കൂടെ കൂട്ടി ഒരു കോംബോ വർക്കൗട്ട് ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ ചില ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇവരതിനെപ്പറ്റി കൂടുതൽ അറിയാത്തത് കൊണ്ടും ഇവർക്ക് എന്തോ ഒരു ഇൻഫോർമേഷൻ കിട്ടാത്തത് കൊണ്ടും ആ ഒരു കോംബോ അവർ ട്രൈ ചെയ്തുമില്ല. അതിനകത്തും കാര്യമായിട്ട് വർക്കൗട്ടും ആയില്ല. ബട്ട് പ്രേക്ഷകർക്കിടയിൽ അങ്ങനെ ഒരു കോംബോ ഒരു കുറച്ച് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ആ ഒരു കോംബോ വർക്കൗട്ട് ആയിരുന്നു. പിന്നീട് വന്ന സീസൺ 6ൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കോംബോ അല്ലെങ്കിൽ ലവ് സ്ട്രാറ്റജി അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് പ്രണയങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ സീസൺ 6 ശരിക്കും ഫേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് കണ്ടു തുടങ്ങിയത്. ഇത്രയും സീസൺ കഴിഞ്ഞെങ്കിൽ പോലും സീസൺ 6ലാണ് ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് എടുത്തത്. വന്നവരും പോയവരും എല്ലാം ഇതൊരു സ്ട്രാറ്റജി ആയിട്ട് എടുക്കാൻ നോക്കി. അതുപോലെ തന്നെ ഏറ്റവും മോശം ഒരു സ്ട്രാറ്റജി ആയിട്ട് വന്നതും അല്ലെങ്കിൽ ഒരു ലവ് ട്രാക്ക് പ്രേക്ഷകര് കണ്ടുപിടിക്കുകയും ശരിക്കും പോസ്റ്റർ ആക്കിയതും ആ ഒരു സീസണിൽ തന്നെയാണ്. ആദ്യം നമുക്ക് ഇത് പറയാം, നമ്മുടെ ശ്രീജുൻ, നമ്മുടെ അർജുനും അതുപോലെ തന്നെ ശ്രീതു അവര് പിന്നെ വലിയ വെറുപ്പിക്കാത്തത് കൊണ്ട് അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല. ബട്ട് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു കോംബോ ആയിട്ട് പുറത്തേക്ക് വന്നു. പുറത്തെ കാര്യങ്ങളൊക്കെ പല രീതിയിൽ അറിയുന്നുണ്ടായിരുന്നു. അവരുടെ ഒരു കോംബോ വർക്കൗട്ട് ആകുന്നുണ്ടെന്നൊക്കെ മനസ്സിലായതിനു ശേഷം കംപ്ലീറ്റ്ലി ഒരു ഒലിപ്പീരും സംഭവങ്ങളും ഒക്കെ തന്നെയായിരുന്നു. അല്ലാണ്ട് കൂടുതൽ ഈ ഒരു ബിഗ് ബോസ് പ്രണയമോ അല്ലെങ്കിൽ ജെനുവിനിറ്റിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആ ഒരു കോംബോയും കാര്യങ്ങളും ഒക്കെ വർക്കൗട്ട് ആകുന്നുണ്ട്. യങ്സ്റ്റേഴ്സ് സോഷ്യൽ മീഡിയയിൽ റീൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പല രീതിയിൽ അവര് നമ്മുടെ വൈൽഡ് കാർഡ് വന്നപ്പോഴും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ കേസുമായിട്ട് പലരും പുറത്തേക്ക്
പുറത്തേക്ക് പോയിട്ട് തിരിച്ചെത്തുമ്പോഴും ഒക്കെ ഇൻഫർമേഷൻ ഇവർക്ക് കിട്ടിയതിന്റെ ഫലമായിട്ട് ഇവർ ആ ഒരു കോംബോ കുറച്ച് പ്രേക്ഷകരിലേക്ക് ഇട്ട് അധികമില്ലാതെ എന്നാലൊരു സ്കെയിൽ ഇട്ടുകൊണ്ട് അവര് ഇടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ അവർ മുന്നോട്ട് പോയതും കുറച്ച് യങ്ങസ്റ്റേഴ്സിന്റെ വോട്ടൊക്കെ തേടി മുന്നിലേക്ക് വരാനൊക്കെ അർജുനാണെന്നുണ്ടെങ്കിലും ശ്രീധുനാണെന്നുണ്ടെങ്കിലും പറ്റി. പിന്നീട് അങ്ങനെ ഒരു ശ്രീജുൻ കോംബോയും കാര്യങ്ങളും ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഓക്കെ, ഒരു പരിധി വരെ വെറുപ്പിക്കാത്തത് കൊണ്ട് അത് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി. പിന്നെ അടുത്തതാണ് ഏറ്റവും വെറുപ്പിച്ചൊരു കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ജബ്രി, അതായത് ഗബ്രിയും അതുപോലെ തന്നെ ജാസ്മിനും. ഇവർ വന്ന് രണ്ടാമത്തെ ദിവസം ഇവർ ഈ സ്ട്രാറ്റജി യൂസ് ചെയ്തത് തന്നെയാണ് പ്രേക്ഷകർക്ക് എടുത്തിട്ട് അലക്കാൻ പറ്റിയത്, പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലായതും. അവരൊരു കുറച്ച് 2-3 ആഴ്ചകൾക്ക് ശേഷം സ്ലോലി ഇത് വർക്കൗട്ട് ആക്കുകയായിരുന്നു എങ്കിൽ പ്രേക്ഷകർക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. പിന്നെ ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ പ്രേക്ഷകർ അത് സപ്പോർട്ട് ചെയ്യുകയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പിന്നീടത്തെ കാര്യമായിരുന്നു. ബട്ട് വന്ന് സീസൺ തുടങ്ങി രണ്ടാമത്തെ ദിവസം മുതൽ ഇവർ ഈ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ആക്കാൻ തുടങ്ങി. ആ ഒരു ലവ് കോംബോ പിടിച്ചല്ലെന്നുണ്ടെങ്കിൽ ലവ് ട്രാക്കുമായി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തിയത് തന്നെയാണ്. പിന്നെ ഇതുവരെയും ബിഗ് ബോസ് സീസണുകളിൽ അത് മറ്റ് ഭാഷകൾ നോക്കിക്കഴിഞ്ഞാൽ പോലും, ഒരു ഭാഷകളിലും അല്ലെങ്കിൽ ഏത് ഭാഷകൾ നോക്കിക്കഴിഞ്ഞാൽ പോലും ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇതുപോലെ പ്രേക്ഷകരെടുത്ത് ഉടുത്ത ഒരു കോംബോ വേറെ ഉണ്ടാകത്തില്ല. ഇത്രയും മോശമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയ ഒരു കോംബോയും വേറെ ഉണ്ടാകത്തില്ല. ഈ പറയുന്ന ജബ്രി കോംബോ, ഗബ്രി ജാസ്മിൻ കോംബോ എന്ന് പറയുന്നത് പ്രേക്ഷകർ അത്രത്തോളം വെറുത്ത ഒരു കോംബോയുമില്ല. ഇങ്ങനെ ഒരു ലവ് ട്രാക്കുമായിട്ട് പോയിട്ട് അത്രത്തോളം ഫെയിൽഡ് ആയി പോയിട്ട് ഒരു കോംബോയാണ് ഈ പറയുന്ന ജാസ്മിൻ ഗബ്രി എന്നീ കോംബോ, ജബ്രി കോംബോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സീസൺ 7 തുടങ്ങാൻ പോകുമ്പം ഇതിലേക്ക് വരുന്ന കണ്ടസ്റ്റൻസ് എത്രത്തോളം ഒരു ബിഗ് ബോസിനുള്ളിലെ ഒരു പ്രണയങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ലവ് ട്രാക്ക് കോംബോ സ്ട്രാറ്റജി ഇതൊക്കെ ആയിട്ട് വരാൻ നോക്കി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കുക. ജെനുവിനായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് വന്നുകൊള്ളട്ടെ. അല്ലാണ്ടൊരു നാടകം കളിച്ച് പ്രേക്ഷകരെ പറ്റിക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങളുടെ അവസ്ഥ ഈ പറഞ്ഞവരുടെയൊക്കെ ഒരു അവസ്ഥയാക്കും. കാരണം എല്ലാ ക്യാമറകളിൽ നിന്നും എല്ലാ ആംഗിളിൽ നിന്നും പ്രേക്ഷകർ കാണുന്നുണ്ട്. എങ്ങനെയെങ്കിലും നിങ്ങളുടെ കള്ളത്തരം പ്രേക്ഷകർ കണ്ടുപിടിക്കും. ബാക്കി പിന്നെ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കത്തുമില്ല. പ്രേക്ഷകരുടെ വെറുപ്പ് നേടിയെടുക്കുകയും ചെയ്യും. ബാക്കി ജെനുവിനായിട്ട് നടന്നു കഴിഞ്ഞാൽ പ്രേക്ഷകർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്യും, അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് കംപ്ലീറ്റ് സപ്പോർട്ടും കിട്ടും. അപ്പം വരാനിരിക്കുന്ന കണ്ടസ്റ്റൻസിനോട് പ്രേക്ഷകർക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ജെനുവിനായിട്ട് തന്നെ പോവുക. തട്ടിക്കൂട്ടി നാടകം കളിച്ച് പ്രേക്ഷകരെ പറ്റിക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല. പ്രേക്ഷകർക്കും ഇത് തന്നെ നോക്കുക. പ്രേക്ഷകരും ഇത് കരുതിയിരിക്കുക. ഓൾറെഡി 6 സീസണുകൾ കഴിഞ്ഞു. സോ ഇനിയും നമുക്ക് അബദ്ധം പറ്റാതിരിക്കുക. ഇവര് കോംബോയും സ്ട്രാറ്റജിയൊക്കെ ആയിട്ട് പുറത്തു നിന്നും ഇവര് വരാൻ പോകുന്ന ആൾക്കാർ പലരും ബിഗ് ബോസിന് പുറത്തു നിന്ന് മീറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് നമ്മളെ പറ്റിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കുക. ജെന്യുവൻ ആയിട്ടുള്ളവരെ സപ്പോർട്ട് ചെയ്യുക. അതിപ്പം എന്ത് സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിലും എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും മികച്ച രീതിയിൽ ഗെയിം തന്ന് പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിപ്പിച്ച് അത് ജെന്യുവൻ ആയിട്ട് വന്നു കഴിഞ്ഞാൽ വരട്ടെ, നമുക്ക് സപ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ പ്രേക്ഷകർ കരുതിയിരിക്കുക. അപ്പം ഈ ഒരു ഫെയിൽഡ് ആയ അല്ലെന്നുണ്ടെങ്കിൽ സക്സസ് ആയതെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഗ് ബോസിന്റെ ഇത്രയും സീസണുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പേർലിഷ് ഒരു സക്സസ് ആയിട്ടുള്ള ഒരു ലവ് കോംബോ അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് പ്രണയങ്ങൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ ദിൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് ആഫ്റ്റർ ബിഗ് ബോസ് ഷോയിങ് കഴിഞ്ഞതിന് ശേഷം അതൊരു സക്സസ്ഫുൾ അല്ലായിരുന്നു. എന്നാൽ ബിഗ് ബോസിനുള്ളിൽ അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കോംബോ ആയിരുന്നു. മികച്ച ഒരു കോംബോ ആയിരുന്നു. ഇത്രയും നടന്ന സീസണുകളിൽ ഏറ്റവും പ്രേക്ഷക സപ്പോർട്ട് നേടിയെടുത്തിയ ഒരു കോംബോ ആയിരുന്നു. അതിനുശേഷം നമ്മുടെ ശ്രീചുൻ കുഴപ്പമില്ലായിരുന്നു. ഒരു പരിധി വരെയും വലിയ വെറുപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. ബാക്കിയെല്ലാം തകർന്ന് തരിപ്പണമായി പോയ കോംബോവും കാര്യങ്ങളുമാണ്. സ്ട്രാറ്റജി ആയിട്ട് വന്നതെല്ലാം പൊളിഞ്ഞു പോയി. അവസാനം നമ്മുടെ ഏറ്റവും വെറുപ്പിച്ച ജബ്രി കോംബോയും ജാസ്മിൻ ഗബ്രി കോംബോയോടുകൂടി ഏറ്റവും വെറുപ്പിച്ചു പോയി. അതുകൊണ്ട് ഈ സീസണിലേക്ക് അത് വരില്ല. അത് കണ്ട് മനസ്സിലാക്കി വരുന്ന കണ്ടസ്റ്റൻസ് ഗെയിം ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ പ്രേക്ഷകരും കരുതിയിരിക്കുക, നമ്മുടെ പൊട്ടന്മാരാക്കാതെ നോക്കുക. സോ ഈ വരുന്ന ആഗസ്റ്റ് 3-ാം തീയതിയാണ് ഓൾമോസ്റ്റ് കൺഫേം ആയി കഴിഞ്ഞു ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ലോഞ്ച്. സോ മറ്റ് വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.